ഗവർണർമാരുടെ അമിതാധികാരത്തിന് മൂക്കുകയർ ഇട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി നിയമസഭ പാസാക്കിയ 10ഓളം ബില്ലുകൾ അകാരണമായി തടഞ്ഞുവെക്കുകയും രാഷ്ട്രപതിക്ക് അയക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്ന വിധി നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതമായി വെച്ച് താമസിപ്പിക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്നും ബില്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പാസാക്കുക, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക, അകാരണമായി ബില്ലുകൾ അനിശ്ചിതമായി വെച്ച് താമസിപ്പിക്കുന്നത് അമിതാധികാരമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക അധികാരവും ഭരണഘടന ഗവർണർമാർക്ക് നൽകുന്നില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ചരിത്രപരമായ ഒരു വിധി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കുറേ കാലമായി BJP സർക്കാർ, മോദി സർക്കാർ അധികാരം ഏറ്റ ശേഷം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെടുന്ന ഗവർണർമാരെല്ലാം അവിടങ്ങളിലെ സർക്കാരുമായി വലിയ കലാപങ്ങളാണ് ഉയർത്തിയത്. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് ഇതുപോലെ ഒരുപാട് ബില്ലുകൾ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. അതുപോലെ പശ്ചിമ ബംഗാളിൽ ഗവർണർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി തർക്കത്തിൽ ഏർപ്പെടുകയും അവിടെയും ഗവർണർ ആനന്ദ ബോസും മമതാ ബാനർജിയുമായി വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ അധികാര തർക്കം പോലെ ഗവർണർമാർ ഫെഡറൽ സംവിധാനത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിന് മൂക്കുകയറിട്ടിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. കേരള സർക്കാരും സുപ്രീം കോടതിയെ സമാനമായ ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ട്. വരുന്ന 13-ന് ആ കേസുകൾ പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ വിധി പ്രസ്താവിച്ച ബെഞ്ചിൽ തന്നെ കേരളത്തിൻ്റെ കേസും പരിഗണിക്കണമെന്ന് മുതിർന്ന അഭിഭാഷകനായ KK വേണുഗോപാൽ ആവശ്യപ്പെട്ടെങ്കിലും ചീഫ് ജസ്റ്റിസ് മറ്റൊരു ബെഞ്ചിലേക്ക് കേസ് മാറ്റാം എന്നാണ് പറഞ്ഞത്. ബെഞ്ച് ഏതാണെന്ന കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല. അപ്പോൾ ഈ വിധി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതി വിധിയോടെ ഗവർണർമാർ ബന്ധപ്പെട്ട നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾ, ബില്ലുകൾ അതിന് അനുമതി നൽകുക മാത്രമാണ്, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക മാത്രമാണ് ഗവർണർക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ ഗവർണർമാർക്ക് ഇക്കാര്യത്തിൽ വിവേചനാധികാരം ഒന്നുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഈ വിധി തമിഴ്നാട് സർക്കാരിൻ്റെ മാത്രം വിജയമല്ലെന്നും ഇത് ഇന്ത്യയുടെ തന്നെ വിജയമാണെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു. അതേസമയം സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണെന്ന് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. CPI നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞതാകട്ടെ, പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അടിയാണ് ഈ സുപ്രീം കോടതി വിധി എന്നാണ്. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കുന്ന സർക്കാരുകളെ മൂക്കുകയറിടാനോ നിയന്ത്രിക്കാനോ ഗവർണർമാർക്ക് ഒരു അധികാരവുമില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ബംഗാളിലായാലും കർണാടകയിലായാലും പ്രതിപക്ഷം ഭരിക്കുന്ന ഏത് സംസ്ഥാനത്തും അതാത് നിയമസഭകൾ, അതാത് മന്ത്രിസഭകൾ എടുക്കുന്ന തീരുമാനങ്ങൾ, പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയോ അനുമതി നൽകുകയോ മാത്രമാണ് ഗവർണർക്ക് ചെയ്യാനുള്ളത്.